കുലദേവതയിൽ വിധിപ്രകാരമുള്ള ആരാധനകൾ ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. അപ്പോൾ കുലദേവത കാവുകൾ സംരക്ഷിക്കുകയും അവിടുത്തെ അനുഷ്ഠാനങ്ങൾ വേണ്ട രീതിയിൽ നടത്തിക്കൊണ്ടു പോവുകയും ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം അതെങ്ങനെ ചെയ്യും എന്നുള്ളതാണ്. ഒന്ന്, ഈ കുലദേവത കാവുകൾ സ്ഥാപിക്കുമ്പോൾ അതിനൊരു ചിട്ട നിശ്ചയിക്കും. ക്ഷേത്രങ്ങൾക്ക് അത് പടിത്തരമെന്ന് പറയും. ക്ഷേത്രമാകാതെ കാവുകളായിട്ട് കിടക്കുന്നവയ്ക്കും ഒരു സമ്പ്രദായം നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കും. മാസത്തിൽ ഒരു ദിവസം ഭരണി അല്ലെങ്കിൽ അവിടുത്തെ പ്രതിഷ്ഠാ ദിനം ഒരു നിശ്ചിത നാളായിരിക്കും, അല്ലെങ്കിൽ ഒരു പൗർണമി ദിവസമായിരിക്കും. അന്ന് തുറന്ന് നിവേദ്യമുണ്ടാക്കി വിധിപ്രകാരം ഒരു പൂജ നടത്തിക്കൊള്ളാം എന്നുള്ള സങ്കല്പം കാണും. അല്ലെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും പൂജ എന്നുള്ള ഒരു വിധാനം കാണും. അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ ഇങ്ങനെ ഒരു ക്രമം ആവിഷ്കരിച്ചിട്ടുണ്ടാകും. അതാത് ക്രമം തെറ്റാതെ കൃത്യമായി അവിടെ പൂജ നടക്കുന്നുണ്ടോ, പരിശുദ്ധവും ഭംഗിയുമായി നേദ്യം തയ്യാർ ചെയ്ത് നിവേദിക്കപ്പെടുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചുകൊള്ളണം.